Hello guys, welcome back shini'skitchen. ഞാൻ ഇന്നുകൊണ്ടിരിക്കുന്ന റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ നഗറ്റ്സ് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സൈഡ് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ആണ്. നമുക്കിതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിനി ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ എല്ലില്ലാത്ത ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2-3 തുള്ളി നാരങ്ങ നീര്, ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് ആണ്. പാകത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഈ മിക്സ് ഇടുവാണ്. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മളൊരു ബട്ടർ പേപ്പറിൽ അല്പം ഓയിൽ തേച്ച് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ആ മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തുള്ള പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് കോൺഫ്ലവറിൽ മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് മുട്ടയിലേക്ക് മുക്കിയെടുക്കണം. മുട്ടയെ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിലും കൂടെ കവർ ചെയ്യാം. അപ്പം നിങ്ങൾ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്യാൻ നേരം അപ്പുറത്തെ കൈ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ അതിലും കൂടെ ആ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അത് ശരിയാവത്തില്ല. അപ്പം നിങ്ങൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഒറ്റ കൈ യൂസ് ചെയ്തിട്ട് വേണം ബ്രെഡ് ക്രംസ് അതിൻ്റെ മുകളിലേക്ക് എറിയാൻ. നമുക്കിങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മളിപ്പോൾ എല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഊറ്റി അതിലേക്ക് ഞാൻ ഈ ചിക്കൻ നഗറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ഓരോന്നായിട്ട്. ഓയിൽ നല്ല ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഈ ചിക്കൻ നഗറ്റ്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊരു നമ്മൾ സിമ്മിൽ ഇത് വെക്കാൻ പാടുള്ളൂ, ലോ ഫ്ലെയിമിൽ. 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഫ്രൈ ആയ ചിക്കൻ നഗറ്റ്സ് സെർവ് ചെയ്യാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.